വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SCERT 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബഹുത് ദിനോം കെ ബാദ് എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ആ കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബഹുത് ദിനോം കെ ബാദ് എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ആ കവിത എഴുതിയിട്ടുള്ളത് നാഗാർജുനാണ്. അപ്പോൾ ഇനി നമുക്ക് കവിത എന്താണെന്ന് നോക്കാം. ബഹുത് ദിനോം കെ ബാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ കവിതയുടെ ഒരു തീം എന്ന് പറയുന്നത് കവി തൻ്റെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് വളരെ ദിവസങ്ങൾക്ക് ശേഷം വരുമ്പോഴുള്ള കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ട് വർണ്ണിക്കുന്ന ഒരു കവിതയാണ്. അദ്ദേഹം നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അനേകം നാളായി വന്നിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുത് ദിനോം കെ ബാദ് എന്താണ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം എന്ന് തന്നെ ഒരു കവിതയുടെ ഹെഡിങ് കൂടി വരുന്നത്. അപ്പോൾ കവിത നോക്കിയേ. ബഹുത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर देखी പക്കി സുൻഖലി ഫസലോം കി മുസ്കാൻ ബഹുത് ദിനോം കെ ബാദ്. എന്താണ് ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने जी भर देखी, എന്താണ് ഈ പ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ കണ്ടു. എന്താണ് കണ്ടത്? പക്കി സുൻഖലി ഫസലോം കി മുസ്കാൻ, അതായത് പക്കി സുൻഖലി എന്ന് പറഞ്ഞാൽ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളകൾ. ആ വിളകളുടെ എന്താണ് മുസ്കാൻ, പുഞ്ചിരി. മനസ്സിലായോ? അപ്പോൾ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞ് പാകമായി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ആ വിളകളുടെ പുഞ്ചിരി. അതാണ് ഞാൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇത്തവണ മനസ്സ് നിറയെ കണ്ട കാഴ്ച. ആദ്യത്തെ കാഴ്ച എന്തായിരുന്നു? ഈ സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന ആ വിളകളുടെ പുഞ്ചിരിയായിരുന്നു ആദ്യമായി ഞാൻ മനസ്സ് നിറയെ കണ്ട കാഴ്ച. അപ്പോൾ ബഹുത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर देखी പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രാവശ്യം എന്താണ് ഞാൻ മനസ്സ് നിറയെ കണ്ടു. എന്താണ് കണ്ടത്? വിളഞ്ഞ് പാകമായി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ആ വിളകളുടെ പുഞ്ചിരി. പിന്നെ വീണ്ടും പറയുകയാണ് ബഹുത് ദിനോം കെ ബാദ്. അടുത്ത് നോക്കിയേ. ബഹുത് ദിനോം കെ ബാദ്, വീണ്ടും പറയുകയാണ് വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने जी भर സുൻ പായ, എന്താണ് അബ് കി मैंने जी भर, ഇപ്രാവശ്യം എനിക്ക് മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു. നേരത്തെ എന്താണ് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? സ്വർണ്ണ നിറത്തിലുള്ള വിളകൾ കാണാൻ കഴിഞ്ഞു. ഇത്തവണ അടുത്തെന്താണ് കണ്ടത്? ഇത്തവണ എനിക്ക് മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് കേൾക്കാൻ കഴിഞ്ഞത്? ധാൻ കൂടത്തി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. എന്താണ് ധാൻ കൂടത്തി? അതായത് നെല്ല് കുത്തുന്ന കിഷോരിയോ, അതായത് പെൺകുട്ടികൾ അല്ലെങ്കിൽ ബാലികമാരുടെ ആ കോകിൽ കണ്ടി താൻ. കോകിൽ കണ്ടി താൻ എന്ന് വെച്ചാൽ കുയിലിൻ്റേതുപോലെയുള്ള മധുരമായ പാട്ട്. അപ്പോൾ ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്രാവശ്യം എനിക്ക് മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് കേൾക്കാൻ കഴിഞ്ഞത്? കുയിലിൻ്റെ നാദം പോലെയുള്ള മധുരമായിട്ടുള്ള പാട്ട്. ആരാണ് പാടുന്നത്? ആ നെല്ല് കുത്തുന്ന ബാലികമാർ. അപ്പോൾ ആ നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിലിൻ്റെ പാട്ട് പോലെയുള്ള സ്വരം പോലെയുള്ള മധുരമായ പാട്ട് എനിക്ക് ഇത്തവണ വളരെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു. ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. വീണ്ടും നോക്കിയേ. കവി പറയുക ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने जी भर സൂന്ധേ. എന്താ അബ് കി मैंने जी भर സൂന്ധേ, ഇപ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ എന്ത് ചെയ്തു? മണത്ത് നോക്കി, അതായത് മണം അനുഭവിച്ചു. എന്തിൻ്റെയാണ്? മൗൽസിരി കെ ഠേർ ഠേർ സേ താജേ ടഡ്കെ ഫൂൽ. എന്താണ്? ഇലഞ്ഞിപ്പൂക്കളുടെ ആ കൂമ്പ് കൂട്ടിയ ആ ഇലഞ്ഞിപ്പൂക്കളുടെ ആ പുതിയ പൂക്കളുടെ മണം എനിക്ക് എന്താണ് വളരെ നാളുകൾക്ക് ശേഷം ഇപ്രാവശ്യം ഞാൻ അനുഭവിച്ചു. ബഹുത് ദിനോം കെ ബാദ്, വീണ്ടും എന്താണ് വളരെ ദിവസങ്ങൾക്ക് ശേഷം. വീണ്ടും പറയുവാണ് ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने जी भर छू पाया, ഈ പ്രാവശ്യം എനിക്ക് മനസ്സ് നിറയെ തൊടാൻ കഴിഞ്ഞു. എന്തിനെയാണ്?
अपनी ഗാവയി പഗണ്ടി കി ചന്ദൻ വർണ്ണി ധൂൽ. എന്താണ് അപ്നി ഗാവയി പഗടി കി ചന്ദൻ വർണ്ണി ധൂൽ? എന്താണ് എൻ്റെ ഗ്രാമത്തിലെ ഇടവഴികളിലുള്ള ചന്ദന നിറത്തിലുള്ള പൊടി അല്ലെങ്കിൽ മണ്ണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് അതും വളരെ നാളുകൾക്ക് ശേഷമാണ്. ബഹുത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സ് നിറയെ അവയൊന്ന് തൊടാൻ കഴിഞ്ഞത്. അടുത്ത വീണ്ടും കവി പറയുകയാണ് ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേംനെ ജീഭർ താൽ മഖാന ഖായ. ഇപ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ താൽ മഖാന എന്ന് വെച്ചാൽ ഒരു തരം ജലസസ്യം അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യമാണ് നമുക്ക് പറയാം. ആ ഒരു ഔഷധ സസ്യം കഴിച്ചു. ഗന്നെ ചൂസേ ജീഭർ, കരിമ്പ് ചവച്ച് അരച്ച് വലിച്ചിങ്ങനെ കുടിക്കത്തില്ലേ കരിമ്പ് നീര്, അതുപോലെ ഞാൻ ആ ഔഷധ സസ്യത്തെ വലിച്ചു കുടിച്ചു. കരിമ്പ് നീര് കുടിക്കുന്നത് പോലെ എന്താണ് അതങ്ങ് വലിച്ചു കുടിച്ചു. എപ്പോൾ? ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. പിന്നെയും കവി പറയുന്നുണ്ട് ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേംനെ ജീവർ പോകെ, പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് നിറയെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്താണ് അനുഭവിച്ചറിഞ്ഞത്? ഗന്ധ്, രൂപ്, രസ്, ശബ്ദ്, സ്പർശ്, സബ് സാത് സാത് ഇസ് ഊപ്പർ. എന്താണ്? മണം, ഗന്ധം എന്ന് പറഞ്ഞാൽ മണം, രൂപം, ശബ്ദം, സ്പർശം, ഇനി എന്താണ്? സബ് സാത് സാത് ഇസ് ഊപ്പർ, എന്നിവയെല്ലാം ഈ ഭൂമിയിൽ ഒന്നിച്ച് ഉള്ള ഇവയെല്ലാം എന്ത് ചെയ്തു? ഇത്തവണ ഞാൻ അനുഭവിച്ചറിഞ്ഞു, എൻ്റെ മനസ്സ് നിറഞ്ഞു. ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിത. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിത. കവി നാഗാർജുൻ പട്ടണത്തിൽ നിന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ, കാരണം അദ്ദേഹം വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നത്. അപ്പോൾ തൻ്റെ ഗ്രാമത്തെ പട്ടണത്തിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ചകളെ ബന്ധപ്പെടുത്തി പറയുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, താൻ മണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഭൂമി, ആ ഭൂമിയിലുള്ള കാഴ്ചകൾ, രൂപം, ശബ്ദം, മണം, സ്പർശം, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. വയലിൽ നെല്ല് കൊത്തുന്ന ആ ബാലികമാരുടെ കുയിൽനാദം പോലെയുള്ള പാട്ട് കേൾക്കുന്നത്, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സറിഞ്ഞ കേട്ടു. അതുപോലെ ഞാൻ കണ്ടു. കണ്ടത്? കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ആ വിളകളൊക്കെ എന്ത് ചെയ്തു? ഞാൻ മനസ്സ് നിറയെ കണ്ടു. അങ്ങനെ ഓരോരോ കാഴ്ചകളെ കുറിച്ചിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം കണ്ടു. ഇലങ്ങിപ്പൂക്കളുടെ മണം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതുപോലെ മനസ്സ് നിറയെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഇടവഴിയിലുള്ള ചന്ദനവർണ്ണത്തിലുള്ള മണ്ണ് തൊടാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള തൻ്റെ ഗ്രാമത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ കവിതയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവിതയുടെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.